Hi, welcome to Lash Class. Calicut University ഫസ്റ്റ് സെമിസ്റ്റർ ലിറ്റ്മോസ്ഫിയറിലെ എക്സെപ്റ്റ് ഫ്രം ആൻ ഓട്ടോബയോഗ്രഫി എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഫേമസ് ഡിറ്റക്റ്റീവ് റൈറ്ററായിട്ടുള്ള അഗത ക്രിസ്റ്റിയുടെ ആത്മകഥയിൽ നിന്നുള്ളൊരു ഭാഗമാണ്. അവർ ആദ്യത്തെ ഡിറ്റക്റ്റീവ് സ്റ്റോറി എഴുതുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഭാഗത്ത് പറയുന്നത്. നമ്മളിവിടെ അതിൻ്റെ ചെറിയൊരു സമ്മറിയും അതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. In the opening paragraph, Agatha Christie recalls her time working in a dispensary where she conceived the idea of writing a detective story. തുടക്കത്തിൽ അവർ പറയുന്നത് അവരൊരു ഡിസ്പെൻസറിയിൽ അല്ലെങ്കിൽ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തെ കുറിച്ചിട്ടാണ്. അവിടെ വെച്ചിട്ടാണ് അവർ ഈ ഡിറ്റക്റ്റീവ് സ്റ്റോറി എഴുതുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. ദ നരേറ്റീവ് എംഫസൈസസ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ഹർ സറൗണ്ടിങ്സ്. അവരുടെ ചുറ്റുപാടുകൾ ഇങ്ങനെ ഒരു കഥ എഴുതുന്നതിന് അവർക്ക് സഹായകരായിരുന്നു. അതിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. പർട്ടിക്കുലർലി ദ പ്രസൻസ് ഓഫ് പോയിസൺസ്. പ്രത്യേകിച്ച് അവിടെ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്, ആ കൂട്ടത്തിൽ പോയിസൺസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് അവർ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി എഴുതുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. ആൻഡ് ഹൗ ദ നേച്ചർ ഓഫ് ഡിസ്പെൻസറി വർക്ക് ഓഫേർഡ് ബോത്ത് സ്ലാക്ക് ആൻഡ് ബിസി പീരീഡ്സ്. കൂടാതെ അവരുടെ ജോലി സമയം എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് സമയത്ത് ബിസി ആയിരിക്കും, എന്നാൽ കുറച്ച് സമയത്ത് അവർക്ക് തിരക്കില്ലാതെ വെറുതെ ഇരുന്ന് ആലോചിക്കാനൊക്കെ സമയം കിട്ടാറുണ്ട്. അവർ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് മുഴുവൻ സമയം തിരക്കായിരുന്നു. പക്ഷേ ഈ ഫാർമസിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇടയ്ക്കൊക്കെ ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടുന്നു എന്നുള്ള കാരണം കൊണ്ട് ചിന്തിക്കാനും സമയം കിട്ടുന്നുണ്ട്. അതുകൂടി അവരിങ്ങനെ ഒരു കഥ എഴുതുന്നതിനുള്ള കാരണമായി എന്നാണ് അവർ പറയുന്നത്. She considers the challenges of creating a murder mystery that is both obvious and yet not obvious. അവർ ചിന്തിക്കുന്നത് ഒരേ സമയത്ത് ഓബിയസ് ആയ, അതായത് സ്വാഭാവികമായ, എന്നാൽ അസ്വാഭാവികവുമായിട്ടുള്ള ഒരു കഥ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. സ്വാഭാവികം എന്ന് പറയുന്നത് ആ കഥയിൽ നടക്കുന്ന കാര്യങ്ങൾ ആളുകൾക്ക് വിശ്വസനീയമായിരിക്കണം. എന്നാൽ അസ്വാഭാവികം എന്ന് പറയുന്നത് ആളുകൾക്ക് അത് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയരുത്. ആരാണ് ഈ മർഡർ ചെയ്തത് എന്നുള്ള കാര്യം വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാതെ ഒരു സസ്പെൻസ് നിർത്താൻ കഴിയണം. ആ രീതിയിൽ ഒരേ സമയത്ത് സ്വാഭാവികവും അസ്വാഭാവികവുമായിട്ടുള്ള ഒരു കഥ എഴുതാനാണ് അവർ ആലോചിക്കുന്നത്. എ ഹോൾമാർക്ക് ഓഫ് എ ഗുഡ് ഡിറ്റക്റ്റീവ് സ്റ്റോറി. ഒരു നല്ല ഡിറ്റക്റ്റീവ് സ്റ്റോറിയുടെ ലക്ഷണം അതാണ് എന്നാണ് അവർ പറയുന്നത്. ദ നരേറ്റീവ് ഹൈലൈറ്റ്സ് എ സ്ട്രഗിൾ ടു ഫൈൻഡ് ദ റൈറ്റ് മോട്ടീവ് ഫോർ ദ മർഡർ ആൻഡ് ക്യാരക്ടേഴ്സ്. അപ്പോൾ കഥ എഴുതാൻ തീരുമാനിച്ചതിന് ശേഷം പിന്നീട് ഈ മർഡർ ചെയ്യുന്ന ആളുകൾക്ക് അതിനൊരു കാരണം വേണം, പിന്നെ അതിൽ ക്യാരക്ടേഴ്സ് വേണം. അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അവർ ചിന്തിക്കുന്നത്. ഷീ ഇനീഷ്യലി കണ്ടംപ്ലേറ്റ്സ് യൂസിങ് റിയൽ പീപ്പിൾ ബട്ട് ഡിസൈഡ്സ് ടു ക്രിയേറ്റ് ഹെർ ക്യാരക്ടേഴ്സ് ഫ്രം സ്ക്രാച്ച്. തുടക്കത്തിൽ അവർ ക്യാരക്ടേഴ്സിനെ അവർക്ക് അറിയുന്ന ആളുകളിൽ നിന്ന്, പരിചയമുള്ള ആളുകളിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് എഴുതാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അങ്ങനെ എഴുതുമ്പോൾ അവരുടെ ക്യാരക്ടേഴ്സ് അവർക്ക് അറിയും എന്നുള്ള കാരണം കൊണ്ട് ഫ്രീ ആയിട്ട് എഴുതാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അവർ സ്വന്തമായിട്ട് ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ദ നരേഷൻ ക്യാപ്ചേഴ്സ് ഹർ എൻകൗണ്ടർ വിത്ത് ഇൻഡിവിജ്വൽസ് ഓൺ എ ട്രാം, സ്പാർക്കിംഗ് ഇൻസ്പിറേഷൻ ഫോർ ദ ക്യാരക്ടേഴ്സ് ഇൻ ഹെർ ഡിറ്റക്റ്റീവ് സ്റ്റോറി. പിന്നീട് ഒരു ട്രാമിൽ വെച്ച്, ഒരു ടാക്സി വാഹനത്തിൽ വെച്ച്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടൊക്കെ ചില ആളുകളെ കാണുന്നു. അപ്പോൾ ഈ കാണുന്ന ആളുകളിൽ നിന്ന് അവർ ഈ ക്യാരക്ടേഴ്സിനുള്ള ഇൻഫ്ലുവൻസ് എടുക്കുന്നുണ്ട്. അതായത് അവരുടെ രൂപത്തിൽ മാത്രമാണ് കാര്യമായിട്ട് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ബാക്കി അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം അവർ സ്വയം സൃഷ്ടിച്ചുകൊണ്ട് എഴുതുന്നതാണ്. ഷീ ദെൻ ഡീറ്റെയിൽസ് പ്രോസസ് ഓഫ് സ്കെച്ചിങ് ഹെർ ക്യാരക്ടേഴ്സ്. അടുത്തായിട്ട് അവർ അവരുടെ ക്യാരക്ടേഴ്സിനെ സ്കെച്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫോക്കസിങ് ഓൺ എ മാൻ വിത്ത് എ ബ്ലാക്ക് ബേർഡ് ആൻഡ് എ ടോക്കറ്റീവ് എൽഡർലി ലേഡി ഫ്രം ദ ട്രാം. ഒരു കറുത്ത താടിയുള്ള ഒരാളെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. ഒരു വില്ലൻ ലുക്കൊക്കെ അയാൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് അവർ കരുതുന്നത്. പിന്നെ അവർ വഴിയിൽ വെച്ച് കണ്ടിട്ടുള്ള ഒരു അധികം സംസാരിക്കുന്ന ഒരു പ്രായമായൊരു സ്ത്രീയും അവരുടെ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. ഷീ ഫർദർ എക്സ്പാൻഡ്സ് ദ കാസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. പിന്നീട് അവർ കൂടുതൽ ക്യാരക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നു. ഇൻട്രൊഡ്യൂസിങ് എ ഹേർട്ടി വുമൺ നെയ്മഡ് എവിലിൻ. ഒരു ഹേർട്ടി, വളരെ ചെയർഫുൾ ആയിട്ടുള്ള ഒരു എവിലിൻ എന്നുവരുന്ന ഒരു സ്ത്രീയെ കൂടി അവർ ക്യാരക്ടറായിട്ട് ആഡ് ചെയ്യുന്നു. The narrative emphasizes the importance of having multiple suspects for a compelling detective story. ഒരുപാട് ക്യാരക്ടേഴ്സ് വേണമെന്നാണ് അവർ പറയുന്നത്. കാരണം കൊല ചെയ്യുന്ന ആളും കൊല ചെയ്യപ്പെടുന്ന ആളും മാത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സസ്പെൻസ് ഉണ്ടാവില്ല. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാകുമ്പോഴാണ് അവരെ എല്ലാവരെയും സംശയിക്കുകയും അതിൽ ആരും നല്ല സസ്പെൻസ് ഒക്കെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറിക്ക് അത്യാവശ്യമാണെന്നാണ് അവർ പറയുന്നത്. ക്രിസ്റ്റി ദെൻ റിവ്യൂസ് വേരിയസ് ഡിറ്റക്റ്റീവ്സ് ഫ്രം ലിറ്ററേച്ചർ സച്ച് ആസ് ഷെർലക് ഹോംസ് ആൻഡ് ലുപ്പിൻ. അടുത്തതായിട്ട് അവർക്ക് വേണ്ടത് ഒരു ഡിറ്റക്റ്റീവ് കഥാപാത്രമാണ്. അതിനു വേണ്ടിയിട്ട് അവർ വായിച്ച് പരിചയിച്ചിട്ടുള്ള ഷെർലക് ഹോംസിനെയും ലുപ്പിനെയും പോലുള്ള ഈ ഡിറ്റക്റ്റീവ് കഥാപാത്രങ്ങളെ പരിശോധിക്കുന്നു. പക്ഷെ അവരെയൊന്നും അനുകരിക്കാനല്ല അവർ ശ്രമിക്കുന്നത്. ഷീ ഡിസൈഡ്സ് ടു ക്രിയേറ്റ് ഹെർ ഓൺ ക്യാരക്ടർ ആൻഡ് സെറ്റിൽസ് ഓൺ എ ബെൽജിയൻ ഡിറ്റക്റ്റീവ്. അവർ സ്വന്തമായിട്ടൊരു ഡിറ്റക്റ്റീവ് കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്നു. ഒരു ബെൽജിയൻ ഡിറ്റക്റ്റീവിനെയാണ് അവർ കണ്ടെത്തുന്നത്.
ഡ്രോവിങ് ഇൻസ്പിറേഷൻ ഫ്രം ദ ബെൽജിയൻ റിഫ്യൂജീസ് ഷീ എൻകൗണ്ടേർഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം. അവർ ആ കാലത്ത് ബെൽജിയത്തിൽ നിന്ന് അഭയാർത്ഥികളായി വന്നിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവർ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു ബെൽജിയൻ ഡിറ്റക്റ്റീവിനെ ഉണ്ടാക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നത്. The decision to make him a retired police officer and a meticulous, brainy individual named Hercule Poirot takes shape. അടുത്തതായിട്ട് അയാൾ ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ ആയിരിക്കണം എന്നാണ് അവർ തീരുമാനിക്കുന്നത്. പിന്നെ അത് മെറ്റിക്കുലസ് ആയിരിക്കണം, കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്ന, ബ്രെയിനി, നല്ല ബുദ്ധിയുള്ളൊരു ആളായിരിക്കണം ഡിറ്റക്റ്റീവ് കഥാപാത്രം എന്നവർ തീരുമാനിക്കുന്നു. അയാൾക്ക് ഹെർക്യൂൽ പോരോ എന്നാണ് അവർ പേര് കൊടുക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് അവർ ഡെവലപ്പ് ചെയ്യുന്നു. ക്രിസ്റ്റി ഷെയർസ് her തോട്ട്സ് ഓൺ ഡെവലപ്പിംഗ് ഹെർക്യൂൽ പോരോസ് ക്യാരക്ടർ. അടുത്തതായിട്ട് അവർ ഈ ഡിറ്റക്റ്റീവ് കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എൻവിഷനിങ് ഹിം ആസ് എ ടൈഡി ആൻഡ് ബ്രെയിനി മാൻ വിത്ത് ലിറ്റിൽ ഗ്രേസൽസ്. ഒരു ടൈഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്, കൂടാതെ ബുദ്ധിയുള്ള ആളാണ്. ലിറ്റിൽ ഗ്രേസൽസ്, തലച്ചോറിലുള്ള ഗ്രേസൽസ് ആണ് ബുദ്ധി തരുന്നത് എന്നാണ് പറയുന്നത്. ഇവരുടെ കഥയിൽ ഈ കഥാപാത്രം നിരന്തരം ഈ ഡയലോഗ് പറയുന്നുണ്ട്. Towards the end, Christie acknowledges the challenges of incorporating false clues and excessive plot complexity. പിന്നീട് അവർ പറയുന്നത് ഫോൾസ് ക്ലൂസിനെ കുറിച്ചിട്ടാണ്. അതായത് വായിക്കുന്ന ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാളാണോ ഇയാളാണോ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നുള്ള തരത്തിൽ സംശയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ വേണം. പിന്നെ പ്ലോട്ട് അവർ കോംപ്ലക്സ് ആക്കുന്നു, സങ്കീർണമാക്കുന്നു. അവർ പറയുന്നത് ഇതാണ് മിസ്റ്റേക്ക് വരുന്നത്, ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നതിന് പകരം ആളുകൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തിലേക്ക് അത് സങ്കീർണമാക്കരുത് എന്നാണ് അവർ പറയുന്നത്. ഷീ അഡ്മിറ്റ്സ് ടു ബീയിങ് ആബ്സെൻറ്റ് മൈൻഡഡ് ഇൻ ഹെർ ഡെയിലി ലൈഫ് ഡ്യൂ ടു ദ പ്രിയോക്യുപ്പേഷൻ വിത്ത് എ ഡിറ്റക്റ്റീവ് സ്റ്റോറി. അപ്പോൾ ഈ കഥ എഴുതുന്നതിനെ കുറിച്ച് തന്നെ ആലോചിച്ച് നടക്കുമ്പോൾ അവർ ആബ്സെൻറ്റ് മൈൻഡഡ് ആവുകയാണ്. അവരുടെ വീട്ടിൽ അമ്മ വിളിക്കുന്ന സമയത്ത് കേൾക്കുന്നില്ല, ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ദി എക്സെപ്റ്റ് കൺക്ലൂഡ്സ് വിത്ത് ഹെർ എക്സ്പ്രസിംഗ് ഈഗർനെസ് ടു ബിഗിൻ റൈറ്റിംഗ് ദ ഡിറ്റക്റ്റീവ് സ്റ്റോറി ആൻഡ് ഹെർ മദേഴ്സ് സപ്പോർട്ടീവ് എൻകറേജ്മെൻറ്റ്. അപ്പോൾ അവരിങ്ങനെ നടക്കുകയാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകുന്നു, പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല, കേൾക്കുന്നില്ല, അങ്ങനെ ഫുള്ള് ഇങ്ങനെ എഴുത്തിനെ കുറിച്ച് ആലോചിച്ച് നടക്കുകയാണ്. അങ്ങനെ അവസാനം അവർ അമ്മയുടെ അടുത്ത് പറയുന്നു, ഞാനിങ്ങനെ കഥ എഴുതുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുകയാണെന്ന്. ആ സമയത്ത് അമ്മ വളരെ സപ്പോർട്ടീവായിട്ടാണ് അവരോട് റിയാക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അവർ ഈ എസ്സേക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഡസ് ദ ജോബ് അറ്റ് ദ ഡിസ്പെൻസറി പ്രൊവൈഡ് ദി ഓതർ എ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റി ടു തിങ്ക് അബൌട്ട് ദ നോവൽ? ഇനി ഡിസ്പെൻസറിയിലാണ് അവർ വർക്ക് ചെയ്യുന്നുള്ളത്, അവർക്ക് ഈ നോവലിനെ കുറിച്ച് ചിന്തിക്കാൻ എങ്ങനെയാണ് സഹായകമായത്? ദ ഡിസ്പെൻസറി ജോബ് ഓഫേഴ്സ് ദി ഓതർ ഫേവറബിൾ മൊമെന്റ്സ് ഫോർ കണ്ടംപ്ലേഷൻ ഡ്യൂറിങ് സ്ലാക്ക് പീരീഡ്സ്. അവർ പറഞ്ഞിരുന്നു ചില സമയത്ത് തിരക്കുണ്ടായിരിക്കും, എന്നാൽ ചില സമയത്ത് അവർക്ക് വെറുതെ ഇരിക്കുന്ന സമയം കിട്ടാറുണ്ട്, അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയും. പ്രൊവൈഡിങ് ദി ഓപ്പർച്യൂണിറ്റി ടു തിങ്ക് അബൌട്ട് ഹെർ ഡിറ്റക്റ്റീവ് നോവൽ. ആ സമയത്ത് അവർക്ക് കഥ എഴുതുന്നതിനെ കുറിച്ചും ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ കഴിയുന്നുള്ളതുകൊണ്ടാണ് ഈ ജോലി അവർക്ക് എഴുതുന്നതിന് സഹായകമായത്. വാട്ട് ആർ ദി ഓതേഴ്സ് തോട്ട്സ് ഓൺ ദ മെത്തേഡ് ഓഫ് ഹെർ റൈറ്റിംഗ്? ഇനി അവർ ഈ എഴുതുന്നതിൻ്റെ മെത്തേഡിനെ കുറിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദി ഓതർ റിഫ്ലക്ട്സ് ഓൺ ദ മെത്തേഡ് ഓഫ് ഹെർ റൈറ്റിംഗ് ഫോക്കസിങ് ഓൺ ദി ഇനീഷ്യൽ ഐഡിയ ഓഫ് ഡെത്ത് ബൈ പോയിസണിങ്. ആദ്യം അവർ എങ്ങനെയാണ് കൊല്ലപ്പെടേണ്ടതെന്നാണ് ചിന്തിക്കുന്നത്, പോയിസണിങ് ആണ് അവരതിന് കണ്ടെത്തുന്നത്. ആൻഡ് ദ ചലഞ്ചസ് ഓഫ് ഫൈൻഡിങ് ദ റൈറ്റ് മോട്ടീവ് ആൻഡ് ക്യാരക്ടേഴ്സ്. പിന്നീട് മോട്ടീവ് വേണം, എന്ത് കാര്യത്തിനാണ് ഈ ഒരു മർഡർ നടക്കുന്നത്, പിന്നെ അതിൻ്റെ ക്യാരക്ടേഴ്സും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ അടുത്തതായിട്ട് പരിഗണിക്കുന്നത്. Then I went on to dramatis personae. What is she thinking of? ഈ ഒരു ഫ്രേസിൻ്റെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. Then I went to dramatic personae signifies the author's shift to considering the characters in her detective story. അതായത് കഥയുടെ ഒരു ബേസ് അവർക്ക് റെഡി ആയിട്ടുണ്ട്, പോയിസൺ ആണ് ഉപയോഗിക്കുന്നത്, പിന്നെ മോട്ടീവ് റെഡി ആയിട്ടുണ്ട്, പിന്നെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ആ ഫ്രേസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓതേഴ്സ് ഇൻറ്റൻഷൻ ഇസ് ടു ക്രിയേറ്റ് എ ന്യൂ ഡിറ്റക്റ്റീവ് ഓഫ് ഹെർ ഓൺ. വാട്ട് ഡസ് ഷീ തിങ്ക് ഓഫ് ഷെർലക് ഹോംസ്? ഒരു പുതിയതായിട്ടൊരു ഡിറ്റക്റ്റീവ് ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഷെർലക് ഹോംസിനെ കുറിച്ച് അവരെന്താണ് കരുതുന്നത്? ദി ഓതർ ഇൻറ്റൻസ് ടു ക്രിയേറ്റ് എ ന്യൂ ഡിറ്റക്റ്റീവ് ആൻഡ് അക്നോളജസ് ദാറ്റ് ഷീ കാൺട്ട് എമുലേറ്റ് ഷെർലക് ഹോംസ്. അവർ സ്വന്തമായിട്ടൊരു ഡിറ്റക്റ്റീവ് ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവർ പറയുന്നത് ഷീ കാൺട്ട് എമുലേറ്റ് ഷെർലക് ഹോംസ്. ഷെർലക് ഹോംസിനെ അനുകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. കാരണം ഷെർലക് ഹോംസാണ് ഈ ക്യാരക്ടേഴ്സിൽ വെച്ചിട്ട് അവർ വായിച്ചതിൽ ഏറ്റവും മികച്ച ഡിറ്റക്റ്റീവ് ക്യാരക്ടർ ഉള്ളത്. അത് അവർക്ക് എമുലേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഡിസൈഡിങ് ടു ഇൻവെൻറ്റ് ഹെർ ഓൺ ക്യാരക്ടർ. അങ്ങനെ അവർ സ്വന്തം ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അക്കോർഡിംഗ് ടു ദി ഓതർ, വാട്ട് ഈസ് ദ മോസ്റ്റ് യൂഷ്വൽ കൈൻഡ് ഓഫ് മർഡർ? ഇനി ഓതറിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും യൂഷ്വൽ ആയിട്ട് നടക്കുന്ന മർഡർ ഏതാണെന്നാണ് ചോദ്യം. ദ മോസ്റ്റ് യൂഷ്വൽ കൈൻഡ് ഓഫ് മർഡർ അക്കോർഡിംഗ് ടു ദി ഓതർ ഈസ് എ ഹസ്ബൻഡ് മർഡറിങ് ഹിസ് വൈഫ്. ഒരു ഹസ്ബൻഡ് വൈഫിനെ കൊലപ്പെടുന്നതാണ് ഏറ്റവും യൂഷ്വൽ ആയിട്ടുള്ള മർഡർ എന്നാണ് ഓതർ പറയുന്നത്. Detective stories seem to be obvious and not obvious at the same time.
വാട്ട് ഈസ് അഗത ക്രിസ്റ്റീസ് ഒപ്പീനിയൻ അബൌട്ട് ദിസ്? ഇനി ഡിറ്റക്റ്റീവ് കഥകൾ എന്ന് പറയുന്നത് ഒരേ സമയത്ത് സ്വാഭാവികവും അസ്വാഭാവികവുമാണ്. അതിനെക്കുറിച്ച് അവരെന്താണ് പറയുന്നത്? അഗത ക്രിസ്റ്റി ബിലീവ്സ് ഡിറ്റക്റ്റീവ് സ്റ്റോറി ഷുഡ് ബി ബോത്ത് ഓബിയസ് ആൻഡ് നോട്ട് ഓബിയസ്. ഒരേ സമയത്ത് അത് സ്വാഭാവികവും അസ്വാഭാവികവുമായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. വിത്ത് കൾപ്രിറ്റ് അപ്പിയറിംഗ് ഓബിയസ് ഇനീഷ്യലി. തുടക്കത്തിൽ ഈ കുറ്റം ചെയ്യുന്നത് ആരാന്നുള്ളത് സ്വാഭാവികമായിരിക്കണം, അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാരണങ്ങളായിരിക്കണം അതിനകത്ത് ഉണ്ടാവേണ്ടത്. ബട്ട് റിവീലിംഗ് അൺഎക്സ്പെക്റ്റഡ് കോംപ്ലക്സിറ്റി. എന്നാൽ നമുക്കത് ഗസ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ അത് സങ്കീർണവുമായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹെർ മർഡർ? ഇനി അവരുടെ കഥയിലുള്ള മർഡറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ദ മർഡർ ഇൻ ഹെർ സ്റ്റോറി ഈസ് കൺസിഡേർഡ് ആൻ ഇൻ ടൈം മർഡർ റിക്വയറിംഗ് ആൻ ഇൻസൈഡ് കണക്ഷൻ വിത്തിൻ ദ ഫാമിലി. ഒരു ഇൻ ടൈം മർഡർ എന്നാണ് പറയുന്നത്, അതായത് ഒരു ഫാമിലിക്ക് അകത്ത് നടക്കുന്ന സംഭവമാണ്. ആൻഡ് ഷീ കണ്ടംപ്ലേറ്റ്സ് യൂസിങ് ഡെത്ത് ബൈ പോയിസണിങ് ചെയ്തുകൊണ്ടുള്ള ഒരു മർഡറാണ് അവർ കഥയിൽ എഴുതിയിട്ടുള്ളത്. ദി ഓതർ ഐഡൻറ്റിഫൈഡ് ക്യാരക്ടേഴ്സ് ഫ്രം ഹെർ സറൗണ്ടിങ്സ്. ക്യാൻ യു സൈറ്റ് എക്സാമ്പിൾസ്? ഇനി അവരുടെ ചുറ്റുപാടിൽ നിന്ന് അവർ കഥാപാത്രങ്ങളെ കണ്ടെത്തി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. എക്സാമ്പിൾസ് ഓഫ് ക്യാരക്ടേഴ്സ് ഐഡൻറ്റിഫൈഡ് ഫ്രം ഹെർ സറൗണ്ടിങ്സ് ഇൻക്ലൂഡ് എ മാൻ വിത്ത് എ ബ്ലാക്ക് ബേർഡ്, ഒരു കറുത്ത താടിയുള്ള ഒരു മനുഷ്യൻ, ആൻഡ് എൻ എൽഡർലി ലേഡി ഒബ്സർവ്ഡ് ഓൺ എ ട്രാം, അവർ വഴിയിൽ വെച്ച് കണ്ടിട്ടുള്ള ഒരു പ്രായമായിട്ടുള്ളൊരു സ്ത്രീ. ഇവരാണ് അവർ ചുറ്റുപാടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള കഥാപാത്രങ്ങളുടെ എക്സാമ്പിളായിട്ട് വരുന്നത്. വാട്ട് മേക്സ് us സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് റിയൽ പീപ്പിൾ? ഇനി റിയൽ പീപ്പിളിനെ വെച്ചുകൊണ്ട് കഥ എഴുതുന്നത് എന്തുകൊണ്ടാണ് അവർ നിർത്തുന്നത്? അഗത ക്രിസ്റ്റി സ്റ്റോപ്സ് തിങ്കിങ് അബൌട്ട് റിയൽ പീപ്പിൾ ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് സാറ്റിസ്ഫാക്ടറി ആസ് ഷീ ന്യൂ ദം. അവർക്ക് അവരെ അറിയാമെന്നുള്ളത് കാരണം കൊണ്ട് അവരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് എഴുതുമ്പോൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും. അവർക്ക് ഫ്രീ ആയിട്ട് എഴുതാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അവർ റിയൽ പീപ്പിളിനെ വെച്ച് എഴുതാനുള്ള ആശയം ഉപേക്ഷിക്കുന്നത്. വിത്ത് മെയ്ഡ് അപ്പ് ക്യാരക്ടേഴ്സ് ഷീ ക്യാൻ പോർട്രേ ദം ആസ് ഷീ ലൈക്സ്. അവർ സൃഷ്ടിച്ചെടുക്കുന്ന കഥാപാത്രങ്ങളാവുമ്പോൾ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവരെ ചിത്രീകരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. വൈ ഡിഡ്ന്റ് ദ വൈഫ് മാറ്റർ മച്ച് ഇൻ ഹെർ ഡിറ്റക്റ്റീവ് സ്റ്റോറി? ഇനി വൈഫിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് അവർ കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? The wife in her detective story doesn't matter much because she is to be murdered more for her money than her character. അവരുടെ പണത്തിന് വേണ്ടിയാണ് അവർ കൊല ചെയ്യപ്പെടുന്നത്. അവരുടെ സ്വഭാവത്തിൻ്റെ കാര്യങ്ങൾ അതിൽ ഘടകമാവുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാതിരുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ദിസ് എക്സെപ്റ്റ് ഈസ് അബൌട്ട് ക്രിയേറ്റിംഗ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. കമൻറ്റ്. ഇനി ഒരു ഭാഗത്തിൽ പറയുന്നത് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എഴുതുന്നതിനെ കുറിച്ചിട്ടാണെന്നാണ്. അതിനെക്കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദി എക്സെപ്റ്റ് പ്രൈമർലി ഫോക്കസസ് ഓൺ അഗത ക്രിസ്റ്റീസ് ക്രിയേറ്റീവ് പ്രോസസ് ഇൻ കൺസീവിംഗ് എ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ സ്റ്റോറി. ഈ ഭാഗത്തിൽ ആദ്യം നമ്മൾ കാണുന്നത് ഒരു ഡിറ്റക്റ്റീവ് കഥ എഴുതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നതും അതിനെക്കുറിച്ചിട്ടുള്ള പ്രോസസ്സിനെ കുറിച്ചിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഡീറ്റെയിൽസ് ദി ഇൻസ്പിറേഷൻ, അതിനകത്ത് ഇൻസ്പിറേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അവരൊരു ഡിസ്പെൻസറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചുറ്റും പോയിസൺസ് ഉള്ളത് അവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് പറയുന്നുണ്ട്. കൺസിഡറേഷൻസ്, പിന്നെ അതിൻ്റെ മോട്ടീവ് എന്തായിരിക്കണം, ക്യാരക്ടേഴ്സ് എന്തായിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ചലഞ്ചസ്, പിന്നെ വെല്ലുവിളികൾ, മറ്റ് ക്യാരക്ടേഴ്സ് വരുന്നതും അത് അധികം കോംപ്ലക്സ് ആവാതിരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഷീ എൻകൗണ്ടേഴ്സ് വൈൽ ഡെവലപ്പിംഗ് ദി ഐഡിയ. ഈ ഒരു ആശയം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അത്തരത്തിൽ അവർ നേരിട്ട ചലഞ്ചസിനെ കുറിച്ചിട്ടും അവരുടെ തോട്ട്സിനെ കുറിച്ചിട്ടും എല്ലാമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ എക്സാമ്പിൾസ് ചേർത്ത് വെച്ചുകൊണ്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. ഈസ് ദി ഓതർ സ്റ്റീപ്ഡ് ഇൻ ടു ഷെർലക് ഹോംസ് ട്രഡീഷൻ? വാട്ട് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് കം അക്രോസ് ഹെർ മൈൻഡ്? ഇനി ഷെർലക് ഹോംസിൻ്റെ ഒരു ട്രഡീഷനിൽ അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. എന്തൊക്കെ ചോദ്യങ്ങളാണ് ഡിറ്റക്റ്റീവ് ക്യാരക്ടറിനെ സൃഷ്ടിക്കുന്ന സമയത്ത് അവരിൽ വരുന്നത്? യെസ്, ദി ഓതർ ഈസ് സ്റ്റീപ്ഡ് ഇൻ ടു ദ ഷെർലക് ഹോംസ് ട്രഡീഷൻ. അവർ ഈ ഒരു ട്രഡീഷനിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ദാറ്റ് അറൈസ് ഇൻ ഹെർ മൈൻഡ് ഇൻക്ലൂഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹെർ ഓൺ ഡിറ്റക്റ്റീവ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കണം എന്നുള്ളതാണ് അവർ ആദ്യം ചിന്തിക്കുന്നത്. ഒരു ചെറുപ്പക്കാരനായിരിക്കണോ, അതോ പ്രായമായിട്ടുള്ള ആളായിരിക്കണോ, അതോ ഒരു സയൻറ്റിസ്റ്റ് ആയിരിക്കണോ? പിന്നീടാണ് ഒരു റിട്ടയേർഡ് പോലീസ് ഇൻസ്പെക്ടർ എന്നുള്ള ഒരു ആശയത്തിലേക്ക് അവർ വരുന്നത്. ഡിസ്റ്റിങ്ക്ട് ഫ്രം ഹോംസ്, ഷെർലക് ഹോംസിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം എന്നാണ് അവർ കരുതുന്നത്. ആൻഡ് ദ നെസസിറ്റി ടു ഇൻവെൻറ്റ് യുണീക്ക് സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ്. സപ്പോർട്ടിംഗ് ക്യാരക്ടർ വേണം. ഷെർലക് ഹോംസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡോക്ടർ വാട്സ് എന്നുള്ളൊരു കഥാപാത്രമാണുള്ളത്. ആ രീതിയിൽ ഇവരുടെ ഡിറ്റക്റ്റീവ് കഥാപാത്രത്തിനും കൂടുതൽ സപ്പോർട്ടിംഗ് ക്യാരക്ടർ വേണം എന്നവർ വിചാരിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ നമുക്കതിൽ കാണാവുന്നതാണ്. ഐ സോ ദ മർഡർ നൗ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ദി ഓതർ എക്സ്പെക്റ്റഡ് ഫോർ ദ മർഡർ? അപ്പോൾ അവർ ഈ മർഡർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ധാരണയായി. എന്തൊക്കെയായിരുന്നു അവരുടെ അതിലെ ഫീച്ചേഴ്സ്?
ദ മർഡർ ഈസ് എൻവിഷൻഡ് ആസ് എൻ ഇൻ ടൈം മർഡർ എംഫസൈസിങ് എ ഫാമിലിയൽ കണക്ഷൻ. ഒരു ഇൻ ടൈം മർഡർ എന്നാണ് പറയുന്നത്, അതായത് ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന മർഡർ എന്ന രീതിയിലാണ് അവർ ചിത്രീകരിച്ചിട്ടുള്ളത്. ഡെത്ത് ബൈ പോയിസണിങ് ഈസ് ചോസൺ. പിന്നീട് അതിൻ്റെ മെത്തേഡായിട്ട് അവർ പോയിസണിങ് ആണ് ചൂസ് ചെയ്യുന്നത്. ആൻഡ് ദ മർഡറർ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി സിനിസ്റ്റർ ലുക്കിംഗ്. ഒരു സിനിസ്റ്റർ ലുക്കിംഗ് അല്ലെങ്കിൽ ഒരു വില്ലൻ ലുക്കുള്ള ഒരാളായിരിക്കണം മർഡർ എന്നുള്ളതാണ് അവർ അടുത്തായിട്ട് തിരഞ്ഞെടുക്കുന്നത്. വിത്ത് ആൻ ഇനീഷ്യൽ ഐഡിയ ഓഫ് എ മാൻ വിത്ത് എ ബ്ലാക്ക് ബേർഡ്. അങ്ങനെ ആ ലുക്കിന് വേണ്ടിയിട്ട് ഒരു കറുത്ത താടിയുള്ള ആളെയാണ് അവർ ചൂസ് ചെയ്യുന്നത്. റൈറ്റ് അബൌട്ട് ഹൗ ദി ഓതർ അറ്റ് ലാസ്റ്റ് ഫൈൻഡ്സ് എ ഡിറ്റക്റ്റീവ്. ഇനി എങ്ങനെയാണ് അവസാനം ഇവരുടെ ഡിറ്റക്റ്റീവ് ക്യാരക്ടറിനെ അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അഗത ക്രിസ്റ്റി ഫൈൻഡ്സ് എ ഡിറ്റക്റ്റീവ് ഹെർക്കുൽ പോരോ ത്രൂ കണ്ടംപ്ലേഷൻ ആൻഡ് എക്സ്പ്ലോറേഷൻ ഓഫ് വേരിയസ് പോസിബിലിറ്റീസ്. അവർ ചിന്തിച്ചുകൊണ്ടും ഒരുപാട് സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടുമാണ് ഇത്തരം ഒരു ക്യാരക്ടറിലേക്ക് എത്തുന്നത്. ചെറുപ്പക്കാരനായിരിക്കണോ അതോ പ്രായമുള്ള ആളായിരിക്കണോ അതൊരു സയൻറ്റിസ്റ്റ് ആയിരിക്കണോ എന്നെല്ലാം അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ എന്നുള്ള ആശയത്തിലേക്ക് അവരെത്തുന്നത്. ഷീ കൺസിഡേഴ്സ് സം ഫേമസ് ക്യാരക്ടേഴ്സ് ആൻഡ് ഡിസൈഡ്സ് ടു ക്രിയേറ്റ് ഹെർ ഓൺ ഇൻസ്റ്റെഡ് ഓഫ് എമുലേറ്റിംഗ് ദം. ഷെർലക് ഹോംസിനെയും ലുപ്പിനെയും ഒക്കെ പോലുള്ള ഫേമസ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് അവർ നോക്കുന്നുണ്ട്. പക്ഷേ സ്വന്തമായിട്ടൊരു ക്യാരക്ടറിനെ സൃഷ്ടിക്കാനാണ് അവർ തീരുമാനിക്കുന്നത്. ഷീ ഡിസൈഡ്സ് ഓൺ എ ബെൽജിയൻ ഡിറ്റക്റ്റീവ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബെൽജിയൻ റിഫ്യൂജീസ് ഷീ ഹാഡ് മെറ്റ്. ഒരു ബെൽജിയൻ ആയിട്ടുള്ള ആളാണ് ഈ ഡിറ്റക്റ്റീവ് കഥാപാത്രമായിട്ട് വരുന്നത്. അവർ ബെൽജിയത്തിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് റിഫ്യൂജീസ്, അഭയാർത്ഥികളെ അവർക്ക് കണ്ടുപരിചയമുണ്ട്. അതിൽ നിന്നാണ് അവർ ഈ ഒരു ആശയം കണ്ടെത്തുന്നത്. ഹീ ഈസ് എ റിട്ടയർഡ് പോലീസ് ഓഫീസർ. അയാളൊരു റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് ഈ ക്യാരക്ടർ. വിത്ത് മെറ്റിക്കുലസ് ആൻഡ് ബ്രെയിനി ട്രേറ്റ്സ്. മെറ്റിക്കുലസ് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന അതുപോലെ തന്നെ ബുദ്ധിയുള്ള ഒരാളാണ്. ഷീ ഇവഞ്ച്വലി നെയിംസ് ഹിം ഹെർക്കുൽ പോരോ. അവസാനം ഇയാൾക്ക് ഒരു പേര് കൂടി ഇടാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നു. Do you think the author is searching for an unusual murder story in a usual way? Why? ഇവർ ഒരു അസാധാരണമായിട്ടൊരു മർഡർ സ്റ്റോറി സാധാരണമായ രീതിയിൽ എഴുതാനാണോ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മളത് കരുതുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ദി ഓതർ അപ്പിയേഴ്സ് ടു ബി സെർച്ചിങ് ഫോർ എൻ അൺയൂഷ്വൽ മർഡർ സ്റ്റോറി ഇൻ എ യൂഷ്വൽ വേ. ഒരു അസാധാരണമായിട്ടുള്ള മർഡർ സ്റ്റോറി സാധാരണ രീതിയിൽ എഴുതാനാണ് അവർ ശ്രമിക്കുന്നത്. ഷീ എയിംസ് ടു ക്രിയേറ്റ് എ സ്റ്റോറി ദാറ്റ് ഈസ് ഓബിയസ് ആൻഡ് നോട്ട് ഓബിയസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് സ്വാഭാവികവും എന്നാൽ അസ്വാഭാവികവുമായിട്ടൊരു കഥയാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു, സ്വാഭാവികം എന്ന് പറയുന്നത് അതിലെ സംഭവങ്ങൾ ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതായിരിക്കണം, എന്നാൽ അസ്വാഭാവികമായിരിക്കണം, ആളുകൾക്ക് പെട്ടെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതും ആയിരിക്കരുത്. ഷീ ട്രാൻസിഷൻസ് ഫ്രം കൺസിഡറിങ് റിയൽ അക്വൈൻറ്റൻസസ് ടു ക്രിയേറ്റിംഗ് ക്യാരക്ടേഴ്സ് ഓഫ് ഹെർ ഓൺ. അവർക്ക് പരിചയമുള്ള ആളുകൾ ക്യാരക്ടറാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ പിന്നീട് അവർ കഥയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കുന്നതിലേക്ക് എത്തുന്നു. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് എഴുതേണ്ടി വരുന്നത്. യു മസ്റ്റ് ക്രിയേറ്റ് യുവർ ക്യാരക്ടേഴ്സ് ഫോർ യുവർ സെൽഫ്. എക്സ്പ്ലെയിൻ ഹൗ ദി സ്റ്റേറ്റ്മെൻറ്റ് ക്യാരീസ് ദ ഹോൾ പ്രോസസ് ഓഫ് ഡിറ്റക്റ്റീവ് റൈറ്റിംഗ്. നമുക്ക് വേണ്ട കഥാപാത്രങ്ങളെ നമ്മൾ സൃഷ്ടിക്കണം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് എംഫസൈസ് ദി ഓതേഴ്സ് ഷിഫ്റ്റ് ഫ്രം കൺസിഡറിങ് റിയൽ പീപ്പിൾ ടു ഇൻവെൻറ്റിംഗ് ക്യാരക്ടേഴ്സ്, ഹൈലൈറ്റിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്രിയേറ്റീവ് ഓട്ടോണമി. അവർ തുടക്കത്തിൽ അവർക്ക് പരിചയമുള്ള അറിയുന്ന ആളുകളെ ക്യാരക്ടേഴ്സ് ആക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അത് മാറ്റിക്കൊണ്ട് അവർ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്താണ് ഇത് പറയുന്നത്. അവിടെ ക്രിയേറ്റീവ് ഓട്ടോണമിയെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. അതായത് അവർക്ക് തന്നെ പൂർണ്ണമായിട്ട് കൺട്രോളിൽ ഇഷ്ടമുള്ള രീതിയിൽ എഴുതാമെന്നുള്ളതാണ് അവർ സ്വന്തമായിട്ട് ക്യാരക്ടേഴ്സിനെ സൃഷ്ടിക്കുമ്പോൾ നടക്കുന്നത്. ക്രിയേറ്റിംഗ് ക്യാരക്ടേഴ്സ് അലൗസ് ദി ഓതർ ടു ഷേപ്പ് ദ നെറേറ്റീവ്, കൺട്രോൾ ദ പ്ലോട്ട് ആൻഡ് മെയിൻറ്റെയിൻ ദ മിസ്റ്ററി ഇൻ ഡിറ്റക്റ്റീവ് റൈറ്റിംഗ്. അവർക്ക് ഇതിലെ പ്ലോട്ട്, കഥ കൺട്രോൾ ചെയ്യുന്നതിനും ക്യാരക്ടേഴ്സിനെ അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അവർക്ക് നരേറ്റ് ചെയ്യുന്നതിനുമെല്ലാം സ്വന്തമായിട്ട് സൃഷ്ടിക്കുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിൽ നടക്കും. ആ രീതിയിൽ ഈ കഥയിലെ മിസ്റ്ററി, ഒരു നിഗൂഢത നിലനിർത്താൻ അവർക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് സിഗ്നിഫൈസ് ദി ഓതേഴ്സ് റെക്കഗ്നീഷൻ ദാറ്റ് ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ക്യാൻ ബി മോർ വേഴ്സിറ്റൈൽ ആൻഡ് ടൈലേർഡ് ടു ദ സ്റ്റോറീസ് നീഡ്സ്. ഇനി അവർ സ്വന്തമായിട്ടുണ്ടാക്കുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ, ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അവർ വേഴ്സിറ്റൈൽ ആയിരിക്കും, അതായത് അഡാപ്റ്റബിൾ ആയിരിക്കും. ആ കഥയ്ക്ക് അനുസരിച്ചിട്ട് അവർക്കത് മാറ്റി എഴുതാൻ വേണ്ടി സാധിക്കും. ആ കഥയുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അവർക്ക് കൂടുതൽ എഴുതാൻ എളുപ്പം ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഡിസ്ക്രൈബ് ഹൗ ദിസ് ടെക്സ്റ്റ് ക്യാപ്ചേഴ്സ് ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആഗനീസ് ഇൻവോൾവ്ഡ് ഇൻ റൈറ്റിംഗ്. അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എഴുത്തുകാരനെ കൊണ്ടുണ്ടാവുന്നത് ഇതിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
The text alludes to the author's absent-mindedness at home, indicating the mental preoccupation and distraction caused by the creative process. അവർ വീട്ടിൽ ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ട് നടക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരോട് ചോദിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, പറയുന്നത് പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അശ്രദ്ധമായിട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആവുന്നതിനെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. The mention of knitting granny's pattern wrong, ഫോർഗെറ്റിംഗ് ടാസ്ക്സ് ഇൻഡിക്കേറ്റ് ഫിസിക്കൽ ആഗനീസ്. കൂടാതെ അവർ ഈ തുന്നുന്ന സമയത്ത് അത് തെറ്റിക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് സ്ഥിരമായിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെ അവർ ചെയ്യുമ്പോൾ തെറ്റുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതവർക്ക് ഈ ഫിസിക്കൽ ആഗനീസ്, ശാരീരികമായിട്ട് അവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ ഇവർ ക്രിയേറ്റീവ് റൈറ്റിങ്ങിന് വേണ്ടി ചിന്തിക്കുന്ന സമയത്ത് അവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഒരു ക്രിയേറ്റീവ് ഒരു റൈറ്റർ എന്തൊക്കെ പ്രയാസങ്ങൾ നേരിടുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്കിതിനകത്ത് എഴുതാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്